പൂച്ചയും ഒരു എലിയും. പക്ഷെ ഇവർ വെറും മൃഗങ്ങളായിരുന്നില്ല. ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ച, തലമുറകളെ ഒന്നിപ്പിച്ച രണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളായിരുന്നു. 1940 അമേരിക്കയിലെ ഒരു ആനിമേഷൻ സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം. ഒരു ചെറിയ കാർട്ടൂൺ ഷോയായി പുറത്തിറങ്ങിയ പൂസ് ഗെറ്റ് ദ ബൂട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ടോമും ജെറിയും ആദ്യമായി ലോകത്തിന് മുന്നിലെത്തിയത്. ടോം എന്ന പൂച്ചയുടെ ജീവിത ലക്ഷ്യം ജെറി എന്ന ചെറിയ എലിയെ പിടിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ജെറി സാധാരണ ഒരു എലിയായിരുന്നില്ല. ടോമിന്റെ ഓരോ പദ്ധതിക്കും മറുപടിയായി അവന് ഒരു പുതിയ തന്ത്രമുണ്ടായിരുന്നു. കെണികൾ, വലകൾ, ചതികൾ എല്ലാം തിരിച്ചടിയാക്കി മാറ്റാൻ ജെറിക്ക് കഴിയുമായിരുന്നു. ഒരു നിമിഷം ടോം വിജയിക്കുമെന്ന് തോന്നും, പക്ഷെ അടുത്ത നിമിഷം ചുമരിലിടിച്ചു വീഴുന്നതും സ്വന്തം കെണിയിൽ കുടുങ്ങുന്നതും ടോം തന്നെയാകും. ഈ അത്ഭുത കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് വില്യം ഹന്നയും ജോസഫ് ബാർബറയും ആയിരുന്നു. ഇവർ സൃഷ്ടിച്ച ഈ കഥാപാത്രങ്ങൾ ഇന്നും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ടോമും ജെറിയും വെറും ശത്രുക്കൾ മാത്രമായിരുന്നില്ല. ചില എപ്പിസോഡുകളിൽ അവർ ഒരുമിച്ച് അപകടങ്ങളെ നേരിട്ടു. ചിലപ്പോൾ ജെറിയെ രക്ഷിക്കാൻ ടോം ജീവൻ പണയം വെച്ചു. മറ്റു ചിലപ്പോൾ ടോമിനെ രക്ഷിക്കാൻ ജെറിയും മുന്നോട്ട് വന്നു. അവരുടെ ബന്ധം വിചിത്രമായിരുന്നു. അവർ പരസ്പരം വെറുത്തു, പക്ഷെ ഒരേ സമയം പരസ്പരം നഷ്ടപ്പെടാനും ആഗ്രഹിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. ടെലിവിഷൻ വന്നു, പുതിയ കാർട്ടൂണുകൾ വന്നു, പുതിയ തലമുറകൾ വളർന്നു. എന്നാൽ ടോമും ജെറിയും അപ്രത്യക്ഷമായില്ല. അവരുടെ കാർട്ടൂണുകൾ 160-ലധികം രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. നിരവധി അക്കാദമി അവാർഡുകളും അവർ സ്വന്തമാക്കി. ഭാഷയുടെ തടസ്സമില്ലാതെ ലോകത്തിന്റെ ഏതു കോണിലുള്ള ഒരാൾക്കും അവരുടെ കഥ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അവർ സംസാരിച്ചിരുന്നത് വാക്കുകളിലൂടെയല്ല, ചിരിയിലൂടെയായിരുന്നു. ഇന്നും ഒരു ടോം ആൻഡ് ജെറി എപ്പിസോഡ് കാണുമ്പോൾ കുട്ടികൾ പൊട്ടിച്ചിരിക്കും. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് അത് കണ്ടിരുന്ന മുതിർന്നവരും പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകും. ഇതാണ് ടോമിന്റെയും ജെറിയുടെയും യഥാർത്ഥ മാജിക്. 85 വർഷത്തിലേറെയായി ലോകത്തെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ പൂച്ചയും എലിയും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: സൗഹൃദവും ശത്രുതയും തമ്മിലുള്ള അകലം ചിലപ്പോൾ ഒരു ചിരിയുടെ ദൂരം മാത്രമാണെന്ന്. ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂച്ചയുടെയും എലിയുടെയും കഥ, ടോമിന്റെയും ജെറിയുടെയും കഥ.